ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് കേരള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തും. വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുകയാണ്. റഹീസ് റഷീദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റഹീസ്, അപ്പോൾ ഉറപ്പിക്കുന്നു വലിയ കളറാകും സത്യപ്രതിജ്ഞ ചടങ്ങെന്ന്. വിജയ് എത്തുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. വിനീത, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തും എന്ന അറിയിപ്പ് അനൗദ്യോഗികമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച കത്ത്, ഔദ്യോഗികമായ ഒരു കത്ത് ചീഫ് സെക്രട്ടറി നൽകിയിരുന്നു. ആ കത്തിന് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, പന്തലൊക്കെ ഒരുങ്ങുന്ന സമയത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി അല്പസമയം മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് വിജയ് വരുമോ എന്ന കാര്യം അന്വേഷിച്ചിരുന്നു. ആ അന്വേഷിച്ച സമയത്താണ് എത്തും, ഏതാണ്ട് വരാനാണ് സാധ്യത, അങ്ങനെയാണ് ഇപ്പോഴുള്ള തീരുമാനം എന്നറിയിച്ചത്. ഒപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തമിഴ്നാട് ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി ഇന്നലെ അയച്ച ക്ഷണക്കത്തിന് മറുപടി നൽകും എന്ന കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഔദ്യോഗികമായി ക്ഷണിക്കുന്നതിന് അപ്പുറം AICC നേതൃത്വത്തിൽ നിന്നും വിജയിയോടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അത് രണ്ട് തരത്തിലുള്ള ഒരു ആവശ്യമാണ് വിജയുടെ മുമ്പിലുള്ളത്. അത് വിജയ് അംഗീകരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് കരുതുന്നത്. അതുകൊണ്ട് വിജയ് കൂടി വരുമ്പോഴുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഒരുക്കുക. മറ്റ് കോൺഗ്രസിന്റെ 3 മുഖ്യമന്ത്രിമാരും എത്തും എന്ന മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പരിപാടിയായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുക. അത് വലിയ കളറാകുന്നു എന്നതിനപ്പുറം അത്ര വലിയ സുരക്ഷ കൂടി ഒരുക്കേണ്ടി വരും. ആളുകൾ ഏതാണ്ട് 1 ലക്ഷത്തോളം പാർട്ടി പ്രവർത്തകർ എത്തുമെന്ന് കരുതുന്ന ഒരു പരിപാടിയാണ്. അത് 102 MLA-മാരുടെ ഒരു ആവേശം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിനുള്ള 10 വർഷത്തിന് ശേഷം അവരുടെ സർക്കാർ അധികാരത്തിൽ എത്തുന്നതാണ്. റഹീസ്, ഇതിൽ മറ്റൊരു രാഷ്ട്രീയ കൗതുകം കൂടി തോന്നുന്നു. കാരണം പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. കേരളത്തിൽ പല പരിപാടികൾക്കും അദ്ദേഹം എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇവിടെയും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിമാർ കൂടി ഒരുമിച്ചെത്തുന്നു എന്ന അപൂർവത കൂടിയുണ്ട് റഹീസ്. അതാണ് വിനീത. കാരണം എത്ര പരിപാടിക്കാണ് MK സ്റ്റാലിൻ തിരുവനന്തപുരത്തും വൈക്കത്തും, ഏറ്റവും അവസാനം വൈക്കത്താണ് വന്നത്. കുറേയധികം പരിപാടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് MK സ്റ്റാലിൻ വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും 1-2 പരിപാടിക്ക് അവിടെയും പോയിരുന്നു. പാർട്ടി സമ്മേളനം അവിടെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് അവിടെയും ഒരുമിച്ച് ഇവർ വേദി പങ്കിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സ്വഭാവം തന്നെ രണ്ടിടത്തും ഭരണം മാറി, മുഖ്യമന്ത്രി മാറി, പാർട്ടി മാറി, മുന്നണി മാറി. എന്നിട്ട് പോലും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബന്ധം നല്ല നിലയിൽ പോകും എന്ന സൂചനകൾ മാത്രമല്ല എന്ന ഒരു കാര്യം കൂടിയാണ് ജോസഫ് വിജയുടെ വരവോടുകൂടി ഉണ്ടാകുന്നത്. പല തരത്തിലുള്ള കേരളവും തമിഴ്നാടും അതിർത്തി പങ്കെടുക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ മുല്ലപ്പെരിയാർ പോലുള്ള പല വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും കേന്ദ്രത്തിലെ സംഘപരിവാറിനെതിരായ ഒരു പോരാട്ടം നയിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിലാണ് സ്റ്റാലിനുമുള്ളത് തമിഴ്നാട്. ആ തരത്തിലാണ് അവിടെ ജനങ്ങൾ സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കിയത്. അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മ സത്യപ്രതിജ്ഞയുടെ ആദ്യ ദിവസം തന്നെ കാണാൻ പറ്റും. വിജയ് മുഖ്യമന്ത്രിയായിട്ടും ഏതാണ്ട് 1-2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഒരേ സമയത്ത് വരുന്ന 2 മുഖ്യമന്ത്രിമാർ ഒരു ചടങ്ങിൽ വരുന്നു എന്ന പ്രത്യേകത. കേന്ദ്രത്തിനെതിരെ ഇനി പല വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള കൈകോർക്കൽ ഉണ്ടാകുമെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കും വി.ഡി. സതീശനും വിജയും കൂടി ഒരുമിച്ചുണ്ടാകുന്ന വേദി നൽകുക. അതാണ് വി.ഡി. സതീശന്റെ സർക്കാരിന്റെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാനാകുന്ന വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യം അനൌദ്യോഗികമായി ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കളറാകും സത്യപ്രതിജ്ഞ. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളൊക്കെ തന്നെയും തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് നാളെ വൈകിട്ടോടെ പൂർണ്ണമാവുകയും ചെയ്യും. വലിയ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് റഹീസ് പറഞ്ഞതുപോലെ തന്നെ. ഒപ്പം കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും അധികാരത്തിലുള്ളവരെല്ലാം തന്നെ എത്തുകയും ചെയ്യും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള എല്ലാ ദേശീയ നേതാക്കളും എത്തും. അപ്പോൾ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ ആഘോഷം അത് കെങ്കേമമാക്കാൻ തന്നെയാണ് UDF ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ. ഇനിയിപ്പോൾ അറിയേണ്ടത് മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ലീഗിന്റെ മന്ത്രിമാർ കൂടി ആയിരിക്കുന്നു എന്നുള്ളതാണ്.